ഹലോ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റുള്ള സിനിമ. ബാലയ്യകാർ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സ്ക്രിപ്റ്റുള്ള സിനിമ. ആൻഡ് വിജയ് അണ്ണൻ പുള്ളിയുടെ കരിയറിലെ അവസാന പടത്തിനായി ചൂസ് ചെയ്ത സ്ക്രിപ്റ്റും ഇത് തന്നെ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് മാത്രമാണ് സാക്ഷാൽ സെൻസർ ബോർഡിനെ വരെ പേടിപ്പിച്ച ഒരേ ഒരു സ്ക്രിപ്റ്റ്. ബൈ ദ വേ, ഈ കാരണം കൊണ്ട് ഇപ്പോൾ കുറെ ആൾക്കാർക്ക് സെൻസർ ബോർഡിനെ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആർഷഭാരത സംസ്കാരത്തെ അനുകൂലിക്കുന്ന സെൻസർ ബോർഡിന് ഞാൻ ഫുള്ള് സപ്പോർട്ട് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, അങ്ങ് ഹോളിവുഡിൽ നിന്ന് സൂപ്പർമാൻ്റെ ഒരു കിസ്സിംഗ് സീൻ വന്നപ്പോൾ 18 താഴെയുള്ള ചെറിയ കുട്ടികളൊന്നും കിസ്സിംഗ് ഒന്നും കണ്ടുകൂടാന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സെൻസർ ബോർഡ് അതങ്ങ് കട്ട് ചെയ്ത്. ബൈ ദ വേ, എന്നിട്ട് അതേ സെൻസർ ബോർഡ് തന്നെ 18 താഴെയുള്ള കുട്ടികൾക്കും കാണാം എന്ന് പറഞ്ഞ് സർട്ടിഫിക്കേഷൻ കൊടുത്ത സിനിമയാണ് ഇത്. ഹൈ, എന്തൊരു സംസ്കാരമുള്ള ഗാനം. ആൻഡ് ഈ വിവരമില്ലാതെ സെൻസർ ബോർഡിനെ വരെ പേടിപ്പിച്ച ആ കഥ എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഭഗവത് കേസരിയിലേക്ക് എത്തിയത്. AKA 50% ഓഫ് ജനനായകൻ. ബാക്കിയുള്ള 50% വേറെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഗാരി മൊത്തത്തിൽ ഈ പടത്തിലൊരു ജോൺ വിക്ക് വൈബാണ്. അതായത് ജോൺ വിക്ക് പെൻസിൽ വെച്ചാണ് ആളെ കൊല്ലുന്നതെങ്കിൽ ഗാരു ക്യാൻ ഓപ്പണറും ബക്കറ്റും ഒക്കെ വെച്ച് ആളെ കൊല്ലും. ആൻഡ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഗാരുവിന് ഈ പടത്തിലൊരു പഞ്ച് ഡയലോഗ് കൂടെ ഉണ്ട്. ഇതിനെക്കൊണ്ട് എന്തൊരു ശല്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ല കേട്ടാ. അതായത് പടത്തിന്റെ ടൈറ്റിലിന്റെ കൂടെ ഇത് എഴുതി കാണിക്കും, ഇന്റർവ്യൂവിൽ ഇത് എഴുതി കാണിക്കും. ഇയാളാണെങ്കിൽ ഇത് ഇടക്കിടക്ക് പറയുകയും ചെയ്യും. ആൻഡ് ഇതേപോലെ ഒരു ദിവസം പോലീസുകാരും തിരിച്ച് ഐ ഡോണ്ട് കെയർ പറഞ്ഞ് ഗാരുവിനെ പിടിച്ചങ്ങ് ജയിലിലിടും. പക്ഷെ അണ്ണൻ എന്ത് ജയില്, പുള്ളിക്ക് ജയിലിലൊക്കെ വൻ ഇൻഫ്ലുവൻസ് ആണ്. ഒരാഴ്ചയായല്ലോ സാറിന്റെ ഓഫീസിലേക്ക് വരാത്തത്. പക്ഷെ ബാലയുടെ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. ഫോർ എക്സാമ്പിൾ, വേറൊരു സംഭവം ഉണ്ടായി. അതായത് ഒരു ദിവസം വലിയ എന്തോ അസുഖമായിട്ട് വയ്യാതെ കിടക്കുന്ന ബാലയുടെ അമ്മ പറയും, എന്റെ മോനെ കണ്ടിട്ടേ ഞാൻ ഈ ലോകം വിട്ടു പോവുള്ളൂ. പിന്നെ നമ്മുടെ പോലീസുകാരൊന്നും നോക്കിയില്ല, നേരെ ജയിലുണ്ടായിരുന്ന ബാലേനെ എടുത്ത് അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. അമ്മ ബാലേനെ കാണും, അമ്മ മരിക്കും. ആഹാ, മിഷൻ സക്സസ്ഫുൾ. അങ്ങനെ ഇത്രയൊക്കെ കേട്ടിട്ടും ബാലയുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ജയിലിലൊക്കെ ഫ്രീ ടൈമിൽ ഇങ്ങനെ ചില്ല് ചെയ്യുന്നത് വരെ SIയുടെ ഒക്കെ മോളുമായിട്ടാണ്. ഏത് റേഞ്ച്. ആൻഡ് ഈ SIയുടെ മോൾ ആക്ച്വലി വളരെ നല്ലൊരു കൊച്ചുമാണ് അല്ലേ സൂപ്പർമാൻ? നിങ്ങളാരാ, സൂപ്പർമാൻ ആണോ? സൂപ്പർമാൻ സൂപ്പർമാൻ അപ്പൊ സൂപ്പർമാൻ തന്നെയാ? അല്ല, ആക്ച്വലി ഇത് വളരെ നല്ലൊരു കൊച്ചു തന്നെയാണ് അല്ലേ ബാലയ്യകാരു? ബിരിയാണി എന്നിട്ട് ഇന്നേക്കൊരു പൊടി. നിങ്ങളുടെ അമ്മ മരിച്ചു പോയല്ലേ? ഇനി ഞാനാണ് നിങ്ങളുടെ അമ്മ. അങ്ങനെ ഈ വളരെ നല്ല കൊച്ചിനെ ക്രിമിനലായ ബാലയുടെ കൂടെ ആക്കിയിട്ട് നമ്മുടെ SI പോയിട്ട് ഒരു കാർ ആക്സിഡന്റിൽ അങ്ങ് മരിക്കും. ഇപ്പോഴത്തെ ചില പിള്ളേർ പറയുന്ന പോലെ ഇയാൾ ഡെത്ത് ഫേക്ക് ചെയ്തതാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. എന്തായാലും അങ്ങനെ ഈ കൊച്ചു ബാലയുടെ തലയിലാവും. പക്ഷെ ഗാരു ഒരു മണ്ടനാണ്, പുള്ളിക്ക് കൊച്ചിനെ നോക്കാനൊന്നും അറിയില്ല. അതായത് ഫോർ എക്സാമ്പിൾ, അച്ഛൻ മരിച്ച പിറ്റേ ദിവസം തന്നെ ഗാരു പോയിട്ട് മോളോട് ചോദിക്കും, ബിജിമോളെ എനിക്ക് മോളെ സ്കൂളിൽ പോകണ്ടേ? നോ ഗാരു നോ, അത്രയും സാക്ഷരതയൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ എന്തായാലും പിന്നെ ബാലയ്യ ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് കൊച്ചിനെ ഹാപ്പിയാക്കും, അത് വേറെ കാര്യം. ആരും പേടിക്കണ്ട, കാര്യം ഒരു ഫാമിലി ഫ്രണ്ട്ലി പാട്ടാണ് ഇപ്രാവശ്യം പാടിയേക്കുന്നത്. അങ്ങനെ ഈ പാട്ട് കഴിയുമ്പോഴേക്കന്നെ കൊച്ചു വലുതായി ശ്രീലീലയും AKA മമിത ബൈജു ഇൻ ജനനായകൻ. പക്ഷെ പുള്ളിക്കാരിയുടെ മുന്നിലുള്ള ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അപാര എക്സ്പ്രഷൻസ് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ ഈ വെരി ക്യൂട്ട് എക്സ്പ്രഷൻസ് കിട്ടി കിടക്കുന്ന ആളെ ഒരു സിംഗപ്പെണ്ണാക്കണം എന്നാണ് നമ്മുടെ ഗാരുവിന്റെ ഒരു ആഗ്രഹം. അവളെ എനിക്ക് സ്ട്രോങ് ആക്കണം, ഒരു പെൺസിംഹം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിനിമയിലെ സോഷ്യൽ മെസ്സേജ് വുമൺ എംപവർമെന്റ് ആയിപ്പോയില്ലേടെ. അവള് സ്ട്രോങ് ആകണം, ഒരു പെൺസിംഹം ആക്കും ഞാൻ. ദേഹത്ത് തൊടുന്നവന്റെ കൈ വെട്ടാൻ ശീലിപ്പിക്കണം, അങ്ങനെ വളർത്തണം, സിംഹക്കുട്ടികളായി വളർത്ത. ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ ഗാരു കൈ വെട്ടുന്നതൊക്കെ. പക്ഷെ ഇതേ സമയം ശ്രീലീലൊക്കെ ആണെങ്കിൽ ഇയാൾ പറയുന്ന പോലെ ആർമി ചേരാനും സിംഗപ്പെണ്ണാവാനൊന്നും വയ്യ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മെസ്സേജ് ഇതായി പോയില്ലേടെ. അതുകൊണ്ട് തന്നെ ഗാരുവിന് വിടാൻ പറ്റില്ല. ആദ്യം വിജയ് ഒന്ന് കൺവിൻസ് ചെയ്യണം ഭഗവന്ത്. ഷീ ഈസ് നോട്ട് പ്രിപ്പയർഡ്. അവള് കൊച്ചുകുട്ടിയാ, സമ്മതിച്ചില്ലെങ്കിൽ കൈയും കാലും കെട്ടി അവളെ അവിടെ കൊണ്ടുവിടും. ഓ, വാട്ട് എ വുമൺ എംപവർമെന്റ്. അങ്ങനെ ശ്രീലീലയെ കൊണ്ട് കഷ്ടപ്പെട്ട് ആർമി ചേരാൻ സമീപിച്ച് ബാലയെ പുള്ളിക്കാരിക്ക് കുറച്ച് ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കും. ആൻഡ് അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ശ്രീലീലയുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ബാലയുടെ ഇത്രയും കാലത്തെ ട്രെയിനിങ്ങിന്റെ റേഞ്ചൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. എന്താ കാര്യം ഈ പണി വെച്ചിരിക്കുന്നേ? അയ്യോ, എനിക്കിതൊന്നും കാണാൻ വയ്യ. നമുക്ക് സോഷ്യൽ മെസ്സേജ് എന്തായാലും കുറച്ച് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ സിനിമയിലെ വില്ലന്മാരെ പരിചയപ്പെടുത്തി തരാം. ഇതിലാണെങ്കിൽ വെറൈറ്റി വില്ലന്മാരൊക്കെയാണ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തി തരാം സിംഗിൾ വില്ലൻ. പുള്ളിയുടെ വില്ലനീസ് എന്താന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങേര് പോയിട്ട് അങ്ങ് ചോദിക്കും, എന്താടി നീയും കാർത്തി കൂടെ പ്രേമാണെന്ന് കേട്ടു, എന്താ അവന് മാത്രമേ ഉള്ളോ, ഞങ്ങൾക്കൊന്നുമില്ലേ?
ആൻഡ് സിംഗപ്പെണ്ണിനെ തൊട്ടതുകൊണ്ട് ബാലയ്യ പോയിട്ട് ഇവനെ ഇടിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നോ വേഴ്സ്. ഇയാൾ അവന്റെ വീട്ടിൽ പോയിട്ട് ഇയാളുടെ തന്നെ തള്ളു കഥയങ്ങ് പറയും. ഒരു കാട് മന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭയാനകമായ ഒരു വേട്ടയായിരുന്നു. ഓ ആ തൊലിക്കെട്ടി സമ്മതിക്കണം. അന്ന് പുലർച്ചെ ആ കാട്ടിൽ ഉദിക്കാൻ സൂര്യന് തന്നെ പേടിയായിരുന്നു. ആൻഡ് ഈ ഫ്ലാഷ് ബാക്ക് തള്ളു കഥയിലാണ് അണ്ണന്റെ ജനനായകനിലെ പോസ്റ്റർ ലുക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഐറ്റംസ് ഒന്നും മാത്രമല്ല, തലപതി കച്ചേരി വരെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഈ തള്ളു ഫ്ലാഷ് ബാക്കിലൂടെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ You didn't make me, so you can't break me. ഇതെന്ത് കിണ്ടി. ശരി കാര്യം. അങ്ങനെ ഈ തള്ളു കഥയൊക്കെ കേട്ട് സിംഗിൾ വില്ലൻ ഫ്ലാറ്റ് ആവുന്ന മാത്രമല്ല, പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും ഒക്കെ ഈ തള്ളു നിർത്താൻ വേണ്ടി വന്ന് ബാലയുടെ കാല് വരെ പിടിക്കും. ഞങ്ങൾ വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ടി ആത്മഹത്യ ചെയ്യാൻ മോനെ. എന്തായാലും നമ്മുടെ സിംഗിൾ വില്ലനെ തള്ളി തോപ്പിച്ചെങ്കിലും അടുത്ത വില്ലനോടൊന്നും നടക്കുന്നവരും വിചാരിക്കേണ്ട. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു സ്പൈ വില്ലൻ. പുള്ളി ആക്ച്വലി പൈസക്ക് വേണ്ടി ശ്രീലീലെ തട്ടിക്കൊണ്ടുപോയി വില്ലന്മാർക്ക് കൊടുക്കാൻ കോളേജിൽ ഒരു സ്പൈ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ തട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിമ്പിൾ പണിയാണ്. പുള്ളി ജസ്റ്റ് ശ്രീലീലയോട് പോയിട്ട് ഒരു ഫ്രണ്ട് നിന്നെ വിളിക്കുന്നുണ്ട് എന്നങ്ങ് പറയും. കാർത്തി നിന്നെ അർജന്റായിട്ട് വരാൻ പറഞ്ഞു. എന്തിനാ സുരേഷ്? എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാ. സുരേഷ് കാർത്തിക് വിളിക്കുന്നോന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ ഈ വളരെ ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഗേറ്റ് കഴിഞ്ഞപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ബോധം വന്നല്ലോ. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ആൻഡ് ബൈ ദ വേ, ഇവളെ പിടിച്ചു വന്നതിന് നമ്മുടെ സ്പൈക്കുട്ടന് ആരെങ്കിലും പൈസ കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തരേണ്ട പൈസ സെറ്റിൽ ചെയ്താ ഫാന്റാസ്റ്റിക്. ഓ സ്പൈ യൂണിവേഴ്സിൽ അടുത്ത അണിയെ കെടുത്തിക്കളഞ്ഞല്ലോടാ മഹാപാപികളെ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ശ്രീലീലെ വില്ലന്മാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആൻഡ് അവരെപ്പോൾ വേണമെങ്കിലും പുള്ളിക്കാരിയെ കൊല്ലും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തെത്തണം. റൈറ്റ് ഗാരു? റൈറ്റ്. പക്ഷെ നമ്മളൊക്കെ മറന്നൊരു കാര്യമുണ്ട്. ബാലയ്ക്ക് സാധാരണ മനുഷ്യന്മാരെ പോലെ വണ്ടി റോഡിലൂടെ ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുഞ്ഞുനാളിൽ മോൾ എന്നെ എന്തോ ഒരു പേര് വിളിക്കില്ലായിരുന്നു. എന്താ അത്? സൂപ്പർമാൻ. അങ്ങനെ സൂപ്പർമാനെ കൊന്നതിന് ശേഷം ഗാരി വില്ലന്മാരോടൊക്കെ പറയും, ഈ ഒരു ദിവസം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലടാ. എന്നിട്ട് ഇയാൾ തന്നെ അവരെയൊക്കെ കൊല്ലും. ഇനി എന്തായാലും മറക്കാൻ ചാൻസ് ഇല്ല കാര്യം. ബൈ ദ വേ, നിങ്ങൾ മമ്മൂക്ക ഫാനാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അപ്പോൾ ഈ ടിപ്പിക്കൽ വില്ലൻസിനൊക്കെ കണ്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് ഒരു ടൈപ്പ് വില്ലൻസ് കൂടെ ഉണ്ട്, ദ ഡാൻസിങ് വില്ലൻസ്. ആൻഡ് ഇവന്മാർക്ക് വെറും ഡാൻസ് കളിക്കാൻ മാത്രമല്ല അറിയുന്നത്, വേണ്ടിയൊന്നാ കൊല്ലാനും അറിയാം. എന്താ ബ്രോ, ഇനി വെടിവെക്കാൻ അയാളുടെ അപ്രൂവൽ വേണോ? അങ്ങനെ ബാലയ്യയുടെ അപ്രൂവൽ കിട്ടാതുകൊണ്ട് ഇവന്മാർ വെടിവെക്കൂല. പക്ഷെ ബാലയ്യ ഇവന്മാരൊക്കെ അടിക്കും, അതും ഒരു വിൻറ്റേജ് പാട്ടിൽ. തൃശ്ശൂരിലേതോ വലിയ വിൻറ്റേജ് സോങ്ങാന്ന് തോന്നുന്നു. ഓ ഇതിനും ഭേദം ബൈക്കേഴ്സ് കോമാളികളായിരുന്നു. അപ്പോൾ ഇതോടുകൂടെ സൈഡ് വില്ലന്മാരുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ നമുക്ക് ഇനി പോവാം ആ മെയിൻ ഇവൻറ്റിലേക്ക്. ബാലയ്യഗാരു മീറ്റിംഗ് ദ മെയിൻ വില്ലൻ വിത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും വിയർഡസ്റ്റ് BGMമായി. എനിവേ അങ്ങനെ പത്തി വിടർത്തി വന്ന ബാലയ്യ, അത് വേണ്ട, ഐ മീൻ ചീറ്റി വന്ന ബാലയ്യ, അതായത് ജസ്റ്റ് വെറുതെ നടന്നു വന്ന ബാലയ്യ മെയിൻ വില്ലന്റെ കഴുത്തിൽ ഗ്ലാസ് വെച്ച് പുള്ളിയെ കൊല്ലാൻ നോക്കും. ഓ യെസ്, ഈ പണ്ടാരം അങ്ങനെ തീർന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ ബാലയ്യ ആണെങ്കിൽ വില്ലനെ കൊല്ലൂല. ആൻഡ് ഓഫ് കോഴ്സ് അതിനൊരു വളരെ ലോജിക്കൽ ആൻഡ് കൺക്ലൂസീവ് ആയ ഒരു കാരണം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പന്നപ്പടത്തിന്റെ ഡ്യൂറേഷൻ 1 മണിക്കൂർ 50 മിനിറ്റ് ആയിട്ടുള്ളൂ അത്രേ. അതൊരു 2.5 മണിക്കൂറെങ്കിലും ആവാതെ ബാലയ്യക്ക് വില്ലനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഡ്യൂറേഷൻ തികക്കാൻ കാര്യം കാണിച്ചു കൂട്ടുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് കുറച്ച് വല്ലാത്ത സംഭവങ്ങളായിരുന്നു. ഫസ്റ്റ് തന്നെ പുള്ളിയുടെ സ്ഥിരം പരിപാടി അങ്ങ് എടുക്കും, തള്ളു. 8ലോ 10ലോ 2 പുലി എന്റെ നേരെ ചാടി. ഒരു പുലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുഴറ്റിയെടുത്ത് തറയിലടിച്ചു. അതെ, ആ സംഭവത്തെ പറ്റി പിന്നീട് ഒരു കാർട്ടൂണും വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് മറ്റേ പുലി പേടിച്ച് വിറച്ച് കാട്ടിലേക്ക് തിരിച്ചോടി. ഞങ്ങൾ വേണമെങ്കിൽ ഒരു 5 പേര്. ആൻഡ് പിന്നെ ഏതൊക്കെയോ ക്യാരക്ടേഴ്സ് ഒന്ന് ബാലയ്യനെ പറ്റി എന്തൊക്കെയോ പറയും. പിന്നെ നമുക്ക് ജിയോ പൊളിറ്റിക്സ് ഒക്കെ കാരണം LPG ഗ്യാസ് കിട്ടാതെ ഈ സാഹചര്യത്തെ എങ്ങനെ പരിഹരിക്കാമെന്നും ഗാരി കാണിച്ചു തരും. ചൂടില്ലല്ലോ.
ആ ആയിക്കോട്ടെ കാരു. അങ്ങനെ ഈ അപരാധങ്ങൾക്കൊക്കെ ശേഷം പടം ഒരു 2-2.5 മണിക്കൂറാവും. ആൻഡ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇത് എന്തിനുള്ള ടൈമാണ്. അതെ, ഇറ്റ്സ് ക്ലൈമാക്സ് ടൈം. അങ്ങനെ ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത്. ഒന്ന് മെയിൻ വില്ലൻ തട്ടണം, പിന്നെ മറ്റൊന്ന് വുമൺ എംപവർമെന്റ്. മറന്നുപോയ നിങ്ങൾ നേരത്തെ ഗാരുവിനെ ശ്രീലീലയെ കംപ്ലീറ്റ് ആയിട്ട് സിംഹക്കുട്ടിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ പുള്ളിക്കാരിയെ സിംഹക്കുട്ടിയാക്കാനായിട്ട് നമ്മുടെ ബാലയ്യ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ തുടങ്ങും. അതായത് ഇതിന്റെ ലോജിക്ക് എന്താ വെച്ചാൽ ബാലയൊക്കെ അടിയുള്ളെന്ന് കാണുമ്പോൾ ശ്രീലീലെ പവർപ്പായി വില്ലന്മാരൊക്കെ അടിച്ചിടുമല്ലോ. ഏത് എന്റെ മോള് സിംഹക്കുട്ടിയായി. സുരേഷിനപ്പോ അഭിനയിച്ചതാണല്ലേ? ആൻഡ് പിന്നെ ഇതിനുശേഷം മെയിൻ വില്ലൻ ബാലയെ അടിച്ച് ഭിത്തി കയറ്റുമ്പോൾ പോലും ശ്രീലീല ഇടപെടൂല. അങ്ങനെ വുമൺ എംപവർമെന്റ് സക്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അതാണ് വില്ലന്റെ കേസ്. സത്യം പറഞ്ഞാൽ അതൊരു LKG കേസാണ്. Who is smart? Me or Bhagwant Kesari? ഭഗവന്ത് കേസരി. Who's tough? ഭഗവന്ത് കേസരി. And who's charm? ഭഗവന്ത് കേസരി. Who is the strongest? ഭഗവന്ത് കേസരി. ബൈ ദ വേ എന്നോടൊരു ചെറിയ കാര്യം പറയാൻ വിട്ടുപോയി. ഈ പടത്തിൽ നായികയായിട്ട് കാജൽ അഗർവാൾ കൂടിയുണ്ട്, AKA പൂജ ഹെഗ്ഡെ ഇൻ ജനനായകൻ. ഓ, ഇന്നലെ സ്റ്റേഷനിലുണ്ടായിരുന്നല്ലേ? സുഖമാണോ ആന്റി? ഹലോ, ആരാ നിങ്ങളുടെ ആന്റി? അതെ, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഹണി റോസിനെ വരെ അമ്മയെ അഭിനയിപ്പിച്ച ആളാ. അമ്മയെ അപമാനിക്കുന്നവൻ ഭൂമിയിൽ ജീവിക്കാനും യോഗ്യനല്ല. അപ്പം എന്തായാലും അതൊക്കെ വിടും. ആദ്യം നമുക്ക് ഈ LKG കേസ് അങ്ങ് തീർത്തു കൊടുക്കാം. Who is tough? വില്ലനോടാണെങ്കിലും നമ്മുടെ ഗാരു കാണിക്കുന്ന നന്മ, വില്ലനാണെങ്കിലും പുള്ളിയുടെ വികലാംഗനായ പുള്ളിയുടെ കാലിനടിക്കാൻ ഗാരുവിനെ കൊണ്ട് പറ്റില്ല. അല്ല ബൈ ദ വേ ഈ കാലിന് എന്ത് പറ്റിയതാ ബ്രോ? മതിലുകളില്ല സ്നേഹത്തേരാളി. അത് ശരി. പക്ഷേ ആ കാല് വെട്ടിക്കളഞ്ഞതൊക്കെ പണ്ടത്തെ ബാലയാണ്. ഇപ്പോൾ വില്ലന്റെ കാല് വെട്ടാൻ പോയിട്ട് ആ കാലിനൊന്ന് അടിക്കാൻ പോലും ബാലയെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വില്ലനെ കത്തി കയറ്റി ബാലയെ അങ്ങ് കൊല്ലും. എനിക്ക് വീടുമതി, നാടിൻ നന്മ മതി. എന്നിട്ട് LKG ഫൈറ്റും അങ്ങ് തീർക്കും. Who is the strongest? അങ്ങനെ എന്തായാലും അവസാനം ഈ അപരാധങ്ങളൊക്കെ കാണിച്ച് വില്ലനെ കൊന്ന് ബാലയെ ഈ പടത്തിന്റെ ഡ്യൂറേഷനും അങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ്. 10 മിനിറ്റ് ഞാൻ പറഞ്ഞെങ്കിലും ഒരു 2 മിനിറ്റ് കൂടിപ്പോയി. കുഴപ്പമില്ലല്ലോ. അയ്യോ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ വേറൊന്നുമില്ലല്ലോ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ശരിയെന്നാ. അയ്യോ ഒരു മിനിറ്റ്, ഇതിന്റെയൊക്കെ ഇടയിലാണെങ്കിൽ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യം കൂടെ നടന്ന്. അതായത് ബാലയെ തെലുങ്കിലെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണല്ലോ, അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പടത്തിൽ ഒരു ആഡ് ചെയ്താൽ അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് പെപ്സിയും കൊക്കക്കോളയൊക്കെ കൂടെ ഒരു ഡീൽ അങ്ങ് വെച്ച്. എന്നിട്ട് ഇവന്മാർ പെപ്സിക്കും കൊക്കക്കോളക്കും വേണ്ടി ഈ സിനിമയിൽ ഒരു ആഡ് അങ്ങ് ചെയ്ത് കൊടുത്ത്. Coca-Cola, Pepsi, Bhagwant Chetan Sexy. ഫിലിപ്പിന്റെ റൊണാൾഡോ ബോട്ടിൽ മാറ്റി വെച്ച സംഭവത്തിന് ശേഷം കൊക്കക്കോളക്ക് ഇത്രയും വലിയൊരു ഇടിവ് ലോക വിപണിയിൽ വന്നിട്ടില്ല എന്നാണ് നമ്മുടെ ഒരു കേട്ടറിവ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ഇത്രയൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ബാലയെ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ്. ബ്രോ, ഓ ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പൊ ശരി എന്നാ.